بسم الله الرحمن الرحيم. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1014 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 102 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 102 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുദീർഘമായ ഒരു വിവരണമാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് പഠിക്കുകയുണ്ടായത്. ബനൂ ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ നിന്ന് വിമോചിതരാക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് സിനായ് മരുഭൂമിയിലെത്തിയ കാലത്ത് അവരെ സംസ്കരിക്കുകയും ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കാലത്താണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ കൂടി സഹായത്തോടു കൂടി അവരിൽ വലിയ പരിഷ്കരണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ ഘട്ടത്തിലാണ് സാമിരി മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ അവരെ വഴിപിഴപ്പിക്കുകയുണ്ടായത്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ കാണുകയുണ്ടായി. ആ സംഭവങ്ങളുടെ വിവരണത്തിനെ തുടർന്ന് അള്ളാഹു അതിനെ ഉപസംഹരിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ആ വിവരണത്തെ, ആ കഥാകഥനത്തെ ഉപസംഹരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായി. പിന്നിട്ട സമൂഹങ്ങളുടെ ശ്രദ്ധേയമായ ചില സംഭവങ്ങളും കഥകളും ഒക്കെ നാം താങ്കൾക്ക് വിവരിച്ചു തരികയാണ്. വളരെ ഉപകാരപ്രദമായ ഒരു ഉത്ബോധനം അതിനു പുറമെ നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് താനും എന്നാണ് അള്ളാഹു അവിടെ തുടർന്ന് പറയുകയുണ്ടായത്. ആ ഉത്ബോധനം, ആ ദിക്ർ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്വപരമായ കൃത്യമായ ഒരു ധാരണ അവരിൽ കരുപ്പിടിപ്പിച്ചെടുക്കുന്ന, അവരുടെ സ്മൃതിപഥത്തിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ വീണ്ടും തട്ടി ഉണർത്തി അവരെ അതേക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന
വിധത്തിലുള്ളതാണ്. ആ ഉത്ബോധനം എന്നത് വിശുദ്ധ ഖുർആൻ പലയിടത്തായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഉത്ബോധനത്തിനോട്, ഈ ദിക്റിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന ആളുകൾ, അതിനോട് പ്രതികൂലമായി നിലപാടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവർ അന്ത്യനാളിൽ വലിയ പാപഭാരവുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ആ പാപം പേറുന്ന അവസ്ഥയിൽ അവര് നിത്യമായി കഴിയേണ്ടി വരും. ആ നാളിൽ, ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വലിയ ഭാണ്ഡം പേറി വലിയ ഭാരം വഹിച്ചുകൊണ്ടാണ്, അവരെ അപമാനിതരാക്കുന്ന വിധത്തിലുള്ള പാപങ്ങളുടെ ഭാരം പേറിക്കൊണ്ടാണ് അവര് ഹാജരാവുക എന്നുകൂടി അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ വഴിപിഴച്ചുപോയ ആളുകളുടെ കാര്യത്തിലുള്ള ഒരു താക്കീത് മാത്രമല്ല അത്. ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പിന്നീട് ഇങ്ങോട്ട് ഓരോ തലമുറയിലും ജീവിതത്തോട് വളരെ നിസ്സംഗതയോടുകൂടി സമീപിക്കുകയും കൃത്യമായ ശ്രദ്ധയും പരിഗണനയും നൽകിക്കൊണ്ട് ജീവിതത്തെ മനസ്സിലാക്കാതെ വളരെ അലസമായി അതിനോട് ഒരു സമീപനം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഒരു താക്കീതും മുന്നറിയിപ്പും ഒക്കെ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നോക്കാം. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറില് ഊതപ്പെടുന്ന നാളിൽ, ആ നാള്, സൂർ എന്ന് പറഞ്ഞാൽ കാഹളം, ട്രംപറ്റ് എന്നൊക്കെ ആണ്. ട്രംപറ്റ്, അതുപോലെ ക്ലാരിനെറ്റ് പോലെയുള്ള മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ്. വലിയ ശബ്ദമുണ്ടാക്കിയ ആളുകളെ പെട്ടെന്ന് ഒരുമിപ്പിച്ചു കൂട്ടാനും ഒത്തുകൂടിയ വലിയ സൈനിക വ്യൂഹത്തെ പിരിച്ചുവിടാനും ഒക്കെ ഈ ഉപകരണമാണ് ഉപയോഗിക്കാറുള്ളത്. അതിലൂടെ വലിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടുന്നു. അതേപോലെ ഒരുമിച്ച് കൂടിയ ആളുകളെ, ആ ഒത്തുചേരൽ അവസാനിച്ചു, ഇനി തിരികെ പോയിക്കൊള്ളാൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതിനൊക്കെയാണ് ഈ സൂർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഇവിടെ അല്ലാഹു അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഭാസത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറില്, കാഹളത്തില് ഊതപ്പെടുന്ന നാൾ. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ, ആ നാളിൽ പാപികളെ, കുറ്റവാളികളെ നാം ഒരുമിച്ച് കൂട്ടും. സുർഖ, നീലിച്ചവരായിക്കൊണ്ട്, കണ്ണുകള് നീലിച്ചവരായിക്കൊണ്ട്, ഭീതി കാരണമായിട്ട്, അവരനുഭവിക്കുന്ന ഭയവിഹ്വലത കാരണമായിട്ട് കണ്ണുകൾക്ക് നീല നിറം ഉണ്ടായ പോലെ, നീല നിറം ഓടിയ പോലെയുള്ള, അല്ലെങ്കിൽ ശരീരത്തില് രക്തസാന്നിധ്യം കുറഞ്ഞതുപോലെയുള്ള ഒരു നീലിപ്പ് സംഭവിച്ച വിധത്തിലാണ് മുജരിമുകൾ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുക എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷദായകമായ ഒരു അനുഭവമായിരിക്കുകയില്ല. രണ്ട് സന്ദർഭങ്ങളിലാണ് കാഹളത്തിൽ ഊതുന്നത് ഖുർആൻ പരാമർശിക്കുന്നത്. ഒന്ന്, ഭൗതിക ലോകത്ത് അന്ന് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ ആളുകളും
മരിച്ചു വീഴാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ഊതലാണ്. കാഹളത്തില്, ട്രംപറ്റില് അല്ലെങ്കിൽ ക്ലാരിനെറ്റില്, ഇപ്പൊ മിലിറ്ററിയില് ഇതിന് പകരമായിട്ട് പലപ്പോഴും ബ്യൂഗിള് പോലെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിന്റെയൊക്കെ ഉദ്ദേശം ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടലോ അല്ലെങ്കിൽ പിരിച്ചുവിടലോ ആണ്. അതൊക്കെ ഉയർന്ന ശബ്ദത്തില് ആശയങ്ങൾ കൺവേ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആകുന്നതിന്റെ മുമ്പ് ഉണ്ടായ ഒരു സംഗതിയാണ്. ഇപ്പോഴും അതൊക്കെ ഉപയോഗത്തിൽ ഉണ്ടാകണം. എന്തായാലും വലിയൊരു സൈനിക വ്യൂഹം അവരെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒത്തുചേരാനുള്ള നിർദ്ദേശം എന്നുള്ള നിലക്ക് ഒരു സൈറൺ ആയിട്ട് ശബ്ദം പുറപ്പെടുവിക്കുക എന്നതാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നതിന്റെ താല്പര്യം. അന്ത്യനാളിലും മുഴുവൻ മനുഷ്യരും മരിച്ചു വീഴുന്നതിന് കാരണമാകുന്ന വിധത്തിൽ ഒരു കാഹളത്തിലൂത്തിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. അതേപോലെ തന്നെ രണ്ടാമതൊരിക്കല് സൂറില് ഊതപ്പെടുന്നതോടുകൂടി മരിച്ച് മറമാടപ്പെട്ട അല്ലെങ്കിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ആത്മാക്കള് അവര് വീണ്ടും ആ കാഹളത്തിലൂത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന, എന്നിട്ട് ഒത്തുചേരാനുള്ള മഹ്ശറിന്റെ മൈതാനത്തേക്ക് ഒത്തുചേരുന്നതിന് വേണ്ടി എല്ലാവരും ധൃതിയിൽ പോകുന്ന ഒരു സംഭവവും പരാമർശിക്കപ്പെട്ടതാണ്. അപ്പൊ 2 തവണയാണ് കാഹളത്തിൽ ഊതപ്പെടുന്നതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഈ കാഹളം എന്നത്, സൂർ എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാധാരണ വിധത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആവണം എന്നൊന്നുമില്ല. ഇത് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അള്ളാഹു ഒരു കാര്യം കൺവേ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആളുകൾ മുഴുവനും മരിച്ചു വീഴാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ശബ്ദം അവര് കേൾക്കാനിടയാകുന്നു. മറ്റൊരു ശബ്ദം കേട്ട് സകല കുഴിമാടങ്ങളിൽ നിന്നുമായി എല്ലാവരും പുറപ്പെട്ടു വരുന്നു എന്നതാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംഗതികളും വിവരിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യർക്ക് പരിചയമുള്ള ചില പ്രതിഭാസങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണ ശൈലിയിലാണ്. ആ ഒരു നിലക്കാണ് സൂറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറില് ഊതപ്പെടുന്ന നാളിൽ, വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ, പാപികളെ, കുറ്റവാളികളെ നാം കണ്ണ് നീലിച്ചവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന ആ സന്ദർഭം. ആ നാളില്, കാഹളത്തിലൂതപ്പെടുന്ന ആ നാളിൽ, വനഹ്ശുറുൽ മുജ്രിമീന, പ്രതീക്ഷയറ്റ ആളുകളാണ് അവർ, ഈ മുജ്രിമുകൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആനന്ദിപ്പിക്കുന്ന മോഹനമായ എന്തെങ്കിലും ഒരു സംഗതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല അവര്. അവര് യഥാർത്ഥത്തിൽ മരണം ഒരു ആശ്വാസം എന്നുള്ള നിലക്ക് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ മരണത്തോടെ കാര്യങ്ങൾ തീരുന്നില്ല എന്നതാണ് അവരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ അവര് തിരിച്ചറിയാൻ പോകുന്ന കാര്യം. അപ്പോ ഒരു പുനഃസമാഗമമുണ്ട്, എല്ലാവരും വീണ്ടും ഒരുമിപ്പിച്ച് കൂട്ടപ്പെടും. അവിടെ പിന്നിട്ട അവരുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ളത് മനസ്സിലായി തുടങ്ങുമ്പോൾ പാപികള്, കുറ്റവാളികള്, ജീവിതത്തെ വളരെ അർത്ഥരഹിതമായ വിധത്തിൽ കൈകാര്യം ചെയ്ത ആളുകൾ, ആ ആളുകളുടെ കണ്ണുകൾ നീലിച്ച അവസ്ഥയിലാവും. കണ്ണുകൾ മാത്രം ആവണമെന്നില്ല, മുഖവും ശരീരം, പ്രകടമായ ശരീരഭാഗങ്ങളൊക്കെ തന്നെ ഒരു ഭയവിഹ്വലത കാരണം
അതുപോലെ അവരില് രൂപപ്പെട്ടിട്ടുള്ള ആശങ്കകളുടെയും ആകുലതകളുടെയും ഒക്കെ കാഠിന്യം കാരണം ഒരു നീലവർണം ഉണ്ടായ പോലെയാണ് ശരീരവും കണ്ണുകളും ഒക്കെ കാണപ്പെടുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ കുറ്റവാളികൾ അന്ന് ഒരുമിപ്പിച്ച് കൂട്ടപ്പെടുകയാണ് മഹ്ശറിൽ. ആ സമയത്ത് ഈ മഹ്ശർ എന്നുള്ള വാക്ക് തന്നെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാരൂപവുമായി ബന്ധമുള്ളതാണ്. അപ്പൊ നഹ്ഷുറു എന്ന് പറഞ്ഞാൽ നാം ഒരുമിപ്പിച്ചു കൂട്ടുന്നു എന്നാണ്. അതിൽ നിന്നാണ് മഹ്ശർ, ഒരുമിപ്പിച്ചു കൂട്ടുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം. രണ്ടും ആ രണ്ട് വാക്കുകളും പ്രയോഗത്തിൽ വരുന്നത് ഈ ഹഷർ എന്ന വാക്കിൽ നിന്നാണ്. നഹ്ഷുറു നഹ്ഷുറുൽ മുജ്രിമീന, കുറ്റവാളികളെ നാം ഒരുമിപ്പിച്ചു കൂട്ടുവന്ന്. യൗമ ഇതിൻ, ആ നാളിൽ, സുർഖ, നീലിച്ചവരായിക്കൊണ്ടാണ്, കണ്ണുകള് നീലിപ്പുള്ള അവസ്ഥയിലാണ് നാം അവരെ ഒരുമിച്ച് കൂട്ടുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷക്ക് വകയുള്ള യാതൊന്നും അവരുടെ സ്മൃതിപഥത്തിൽ അവശേഷിക്കുന്നുണ്ടാവില്ല. ജീവിച്ചിരുന്ന കാലത്ത് അവര് അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാൻ പോകുന്നു. അന്ന് തനിക്ക് രക്ഷ ആയിട്ടുണ്ടാവുക തന്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കും എന്നതൊന്നും ബോധമില്ലാതെ, അങ്ങനെ ഒരു ബോധത്തോടു കൂടി എന്തെങ്കിലും നന്മകൾ ചെയ്ത ആളുകളൊന്നും ആവില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരു മഹ്ശർ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അവർ മനസ്സിലാക്കുകയോ എന്നിട്ട് അതിനു വേണ്ടി ഗുണകരമായ നന്മ അടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ജീവിതത്തെ പോസിറ്റീവായിട്ട് സമീപിച്ചിട്ട് പോലും ഉണ്ടാവില്ല. തനിക്ക് ഈ ജീവിതം എന്ന മഹാ അനുഗ്രഹം നൽകിയതാരാണ് എന്നത് തിരിച്ചറിയാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മരിച്ചുപോയ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിക്കൊണ്ടും ഒക്കെ ആയിരിക്കും അവർ ജീവിച്ച് മരണത്തെ അഭിമുഖീകരിച്ച് പോയിട്ടുണ്ടാവുക. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് അവര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ പെട്ടെന്നൊരു ബോധത്തിലേക്ക് അവർ വരികയാണ്. ഈ പുനരുത്ഥാനം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് വലിയ ഞെട്ടലോട് കൂടിയാണ് അവര് തിരിച്ചറിയേണ്ടി വരിക. ആ ഘട്ടത്തിൽ യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ല അശറ, അവര് പരസ്പരം സ്വകാര്യമായിട്ട് പറയുകയാണ്, ഖീഫത്തിൽ പറയുകയാണ് അവര്, ഇൻ ലബിത്തും ഇല്ല അശറ, നിങ്ങളൊരു 10 ദിവസത്തിൽ കൂടുതലൊന്നും ജീവിച്ചിട്ടില്ല കേട്ടോ. 10 ദിവസത്തിലേറെയൊന്നും നിങ്ങൾ ഇവിടെ ഭൂമുഖത്ത് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവര് പരസ്പരം പറയുക. അവർക്ക് ജീവിതം വളരെ ഷോർട്ടായിരുന്നു എന്ന ഒരു ബോധം ആണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ദീർഘമായ കാലം ജീവിച്ചവരാകും, ഒരുപക്ഷെ 75, 80, 100 വർഷങ്ങളൊക്കെ ജീവിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ അവരുടെ മനസ്സിൽ ആ സമയത്ത് വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു തോന്നല്, അവര് 10 ദിവസത്തിൽ കൂടുതലൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്നതാണ്. അതാണ് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. യതഖാഫതൂന ബൈനഹും, പരസ്പരം അവര് രഹസ്യമായി പതിഞ്ഞ സ്വരത്തില് അവര് പറയുകയാണ്. ആ ഘട്ടത്തില് പറയുന്നത് വാചകം ഇതാണ്, ഇൻ ലബിത്തും ഇല്ല അശറ, 10-ലേറെയൊന്നും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഇതാണ് അവര് പറയുന്നത്. ഇൻ ലബിത്തും, നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവില്ല ഈ ഭൂമുഖത്ത്. ഇല്ല അശറ, 10-ലേറെയൊന്നും. 10 ദിവസം എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇനി 10 മാസമെന്നോ 10 ആഴ്ചന്നോ 10 വർഷങ്ങളെന്നോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും കാണാം. പക്ഷെ അതിന്റെ ഷോർട്ട്നെസ് ആണ് സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് 10 ദിവസം
ആണ് അതിന് സ്വാഭാവികമായ ഒരു സാധ്യതയുള്ളത്. 10 എന്നേ വാക്കുള്ളൂ. അപ്പോ ഭൂമുഖത്ത് അവർ കഴിച്ചുകൂട്ടിയ കാലം വളരെ പരിമിതമായിരുന്നു എന്ന ഒരു തിരിച്ചറിവാണ് അവരിവിടെ പങ്കുവെക്കുന്നത്. ഒരു 5-10 ദിവസങ്ങളിൽ കൂടുതലൊന്നും ഭൂമിയിൽ നിങ്ങളാരും ഉണ്ടായിട്ടില്ല, ഇവിടെ തങ്ങിയിട്ടില്ല എന്നാണ് അവര് പരസ്പരം ആ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അള്ളാഹു തുടർന്ന് പറയുകയാണ്, അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ് നാം. നഹ്നു അഅലമു, നാം കൂടുതൽ അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. ബിമാ യഖൂലൂന, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച്. അവരെത്ര കാലം ഭൂമുഖത്ത് ജീവിച്ചു, എത്ര കാലം അവർക്ക് ഭൂമുഖത്ത് അവസരമുണ്ടായിരുന്നു എന്ന സംഗതി, ഇതിനെക്കുറിച്ചാണല്ലോ അവര് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരെത്ര കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. നഹ്നു അഅലം, നാം ആണ് കൂടുതൽ അറിയുന്നവൻ. ബിമാ യഖൂലൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ കുറിച്ച്. എന്നിട്ട് അള്ളാഹു തുറന്നു പറയുന്നത്, ഇത് യഖൂലു അംസലുഹും ത്വരീഖത്തൻ, അവരുടെ കൂട്ടത്തില് ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ ഏറ്റവും മാതൃകായോഗ്യമായ വിധത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിരുന്ന ആളുകൾ. അംസലുഹും ത്വരീഖത്തൻ, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വഴിയാണ്. അംസലുഹും ത്വരീഖത്തൻ, അംസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും യോഗ്യതയോടുകൂടി കാര്യങ്ങള് സമർത്ഥമായി ചെയ്യാൻ കഴിഞ്ഞിരുന്ന അവരുടെ കൂട്ടത്തിലെ ആളുകൾ അവര് പറഞ്ഞിരുന്നത് പോലും ഇങ്ങനെയാണ്, ഇല്ലബിത്തും ഇല്ല യൗമ, ഒരു ദിവസം അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ തങ്ങിയിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കണക്ക് കൂട്ടാനൊക്കെ സാമർഥ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും ഇന്റഗ്രിറ്റിയോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞിരുന്ന വലിയ സമർത്ഥന്മാരും യോഗ്യന്മാരും ഒക്കെ ആയ ആളുകൾ, അവരെയാണ് ഇവിടെ അംസലുഹും ത്വരീഖത്തൻ എന്ന വിധത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുത്ത ജീവിതമാർഗം ഏറ്റവും മാതൃകായോഗ്യമായി എന്ന അർത്ഥത്തിലല്ല, അത് ആ സന്ദർഭത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പരാജിതരായ ആളുകളുടെ, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം സാധിച്ച ആളുകളുടെ, ദൗർഭാഗ്യവാന്മാരുടെ, കുറ്റവാളികളായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അംസലുഹും ത്വരീഖത്തുൻ എന്ന് പറയുന്ന സംഗതി ഒരിക്കലും തന്നെ അവർ തെരഞ്ഞെടുത്ത വഴിയുടെ ക്വാളിറ്റി സൂചിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് അവരുടെ കാര്യപ്രാപ്തി ആണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ കൂട്ടത്തില് ഒരുപക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, ഇല്ലബിത്തും ഇല്ല യൗമ, ഒരു ദിവസം, കൂടിയാൽ ഒരു ദിവസം, അത്രേ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇവിടെ എന്നാണ് അവര് പരസ്പരം പറയുകയുണ്ടായത്. ആദ്യം പറഞ്ഞത് 10 ദിവസം. ഖുർആനിൽ പലയിടത്തും ഇത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പരാമർശം നടത്തുന്നത് കാണാൻ കഴിയും. അപ്പോ ഒരിടത്ത് കം ലബിത്തും ഫിൽ അർദി അദദ സിനീൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അവർ പറയുന്നത് ലബിത്ന യൗമൻ ഔ ബഅദ യൗം, ഒരുപക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പം ഭാഗം എന്നാണ് ഈ വിഭാഗം ആളുകള് മറ്റൊരു സന്ദർഭത്തില് പറയുന്നതായിട്ട് വേറെ ഖുർആനിലെ മറ്റൊരിടത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നു. വേറൊരിടത്ത് വയൗമ തഖൂമു സ്സാഅതു യുഖ്സമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ, ഒരു മണിക്കൂറിലേറെയൊന്നും നിങ്ങൾ തങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള നിലക്ക് ചിലയിടത്ത് സൂചിപ്പിക്കുന്ന കാണാൻ കഴിയും. അപ്പൊ അതിന്റെ പൊതു ആശയമായിട്ട് 10 ദിവസം, ഒരു ദിവസം, ഏതാനും മണിക്കൂറുകൾ, കുറഞ്ഞ സമയം, 1 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ഈ പ്രയോഗം എല്ലാം ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ പരിമിതമായ സമയം മാത്രമേ ഭൂമുഖത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നതാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധ്യം. അത് ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലര് 10 ദിവസം
എന്ന് തോന്നിയിട്ടുണ്ടാവും. വേറെ ചിലർക്ക് ഒരു ദിവസം എന്ന് തോന്നിക്കാണും. ചിലർക്ക് ദീർഘമായ ഒരു പകല് എന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉള്ളൂ എന്ന് തോന്നിക്കാണും. ഇനി അതും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി സൂചിപ്പിക്കുന്ന വിധത്തില് വളരെ കുറഞ്ഞ സമയം മാത്രം എന്ന തോന്നല് ഉണ്ടായിട്ടുള്ള ആളുകളും ആകാം. അപ്പോ ഇത് പൊതുവെ ഇത് സൂചിപ്പിക്കുന്നത് ഷോർട്ട്നെസ് ആണ്. ഷോർട്ട്നെസ് ഓഫ് ടൈം. കുറഞ്ഞ സമയം മാത്രമേ അവര് ഭൂമുഖത്ത് തങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊരു തോന്നലാണ് അവരില് പൊതുവായി ഉണ്ടാകുന്നതും അവര് പരസ്പരം പങ്കുവെക്കുന്നതും. ഈ ഒരു അവസ്ഥയാണ് ഈ കുറ്റവാളികൾ, ഈ പാപികൾ കാഹളത്തിൽ ഊതപ്പെടുന്ന നാളില് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഇടത്തേക്ക് ഓടി അടുത്തു വരുമ്പോ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതിന് മാത്രമൊക്കെ സമയമായി. നമ്മൾ കുറച്ചു കാലമല്ലേ, വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലേ, കുറഞ്ഞ മണിക്കൂറുകളല്ലേ ഇപ്പൊ ഭൂമിയിൽ തങ്ങിയിട്ടുള്ളൂ എന്നതാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് 70, 80, 100 വർഷമൊക്കെ ജീവിച്ച ആളുകള് ഞങ്ങൾ വളരെ കുറച്ചേ ഭൂമിയിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നവരായിട്ട് അവിടെ വരുന്നത് എന്നത് ആലോചനക്ക് വിധേയമാക്കാവുന്ന ഒരു വിഷയമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കല് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ, കാഹളത്തില് രണ്ടാമതും ഊതപ്പെടുന്ന നാളിൽ എല്ലാ മനുഷ്യരും ഒരുമിപ്പിച്ച് കൂട്ടപ്പെടുമ്പോ ആ ഘട്ടത്തിലാണ് ഈ മുജ്രിമുകൾ, ഈ നിഷേധികളായ ആളുകൾ ജീവിതം എത്ര ദൈർഘ്യമേറിയതാണ് എന്നതിനെ കുറിച്ചുള്ള ബോധം ഉണർന്നവരായി മാറുന്നത്. തങ്ങളുടെ മുന്നിൽ ഇനിയും നീണ്ടുകിടക്കുന്ന ജീവിതം എത്ര ദൈർഘ്യമേറിയ ജീവിതമാണ്, പാരത്രിക ജീവിതം അനന്തമായി നീണ്ടുകിടക്കുന്ന ജീവിതമാണ് എന്നത് വളരെ പെട്ടെന്ന് അവർക്ക് അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് നഷ്ടമായ ഒരു ജീവിതത്തെക്കുറിച്ച് അവര് തിരിച്ചറിവുള്ളവരാവുന്നത്. പിന്നിട്ട ജീവിതം അതാണല്ലോ നമ്മൾ അതിന്റെ ആസ്വാദനത്തിനും അതിന്റെ ആനന്ദത്തിനും ഈ പിന്നിട്ട ജീവിതത്തിൽ ഈ ഭൂമുഖത്തെ ആ ദുനിയാവിലെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ആളുകൾ പാരത്രിക ജീവിതത്തെ അവഗണിക്കുകയും അതിനെ നിസ്സാരമായി ഗണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്ന അവരുടെ തിരിച്ചറിവ് എത്ര പാരാപാരം പോലും കിടക്കുന്ന അനന്തമായ ആ ജീവിതം ഉണ്ടല്ലോ, ആഖിറത്തിലെ ജീവിതം. ആ ജീവിതത്തെ അവര് അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോ അവര് വളരെ നിസ്സാരമായ, വളരെ ചുരുങ്ങിയ സമയം മാത്രമുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അവര് പിന്നിട്ടത് എന്നത് അവർക്ക് ഉടനെ ബോധ്യം വരികയാണ്. അപ്പൊ നൈമിഷികമായ ഈ ദുനിയാവിലെ ജീവിതം എന്നാണ് അവർക്കിപ്പോ അതിനെക്കുറിച്ച് തോന്നുന്നത്. അതിനു വേണ്ടിയായിരുന്നു അനന്തമായ സൗഭാഗ്യങ്ങളുടെ ജീവിതത്തെ അവര് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന ഒരു ബോധം അവരിൽ ശക്തമായി ഉണർന്നത് കാരണമായിട്ടാണ് അവര് ഈ വിധത്തില് സംസാരിക്കാൻ ഇടയാവുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാഹളത്തിൽ ഊതപ്പെടുന്ന ആ നാളിൽ പാപികളെ കണ്ണ് നീലിച്ചവരായിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭം, അതാണ് ഇവിടെ ശ്രദ്ധ അർഹിക്കുന്ന വിഷയം. യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റ. അപ്പൊ അവര് പരസ്പരം പറയുന്ന ഒരു കാര്യം ഇതാണ്, രഹസ്യമായിട്ട് പതിഞ്ഞ സ്വരത്തിലാണ് അവർ പറയുന്നത്, ഇൻ ലബിസ്തും ഇല്ലാ അശ്റ. 5-10 ദിവസങ്ങളല്ലാതെ നിങ്ങൾ ജീവിച്ചിട്ടില്ലട്ടോ എന്നുള്ള ഒരു ബോധ്യമാണ് അവർ പങ്കുവെക്കുന്നത്. നഹ്നു അഅലമു ബിമാ യഖൂലൂന. ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നത് നാമാണ്. ഇത് യഖൂലു അംസലുഹും ത്വരീഖത്തൻ. അവരുടെ കൂട്ടത്തിൽ വലിയ സമർത്ഥന്മാരും കാര്യപ്രാപ്തിയുള്ളവർ പോലും പറയുന്നത് ഇല്ല ബിത്തും ഇല്ല യൗമ, ഒരു ദിവസമൊക്കെ നിങ്ങൾ കൂടിയാൽ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് അവര് പറയുന്നത്.
അപ്പൊ ഇത് അവരുടെ ഒരു പെട്ടെന്നുള്ള ഒരു ബോധ്യം കാരണമായിട്ട് അവര് നഷ്ടപ്പെടുത്തിയ പാരത്രിക ജീവിതത്തിന്റെ അപാരത തിരിച്ചറിയുമ്പോൾ അവര് ആസ്വദിച്ചു എന്ന് അവർ കരുതിയ പിന്നിട്ട ദുനിയാവിലെ ജീവിതം എത്ര കുറഞ്ഞ സമയം മാത്രമായിരുന്നു എന്ന ഒരു ശക്തമായ ബോധം അവരിൽ ഉണരുകയാണ്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ചിന്തോദ്ദീപകമായ കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നത്. മനുഷ്യന് അവന്റെ സ്വത്വപരമായ ഒരു തിരിച്ചറിവ് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ആയാത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടിന് പുറകില് അതിന്റെ നശ്വരമായ അനുഭവങ്ങളുടെ പുറകെ അതാണ് സ്ഥിരമായ എന്നെന്നും നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന സുഖാനന്ദങ്ങളുടെ അനുഭവം എന്ന് കരുതി അതിന്റെ പുറകെ പോവുകയും അതിൽ വഞ്ചിതരാവുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തില് എത്ര വലിയ ഷോക്കിംഗ് റിയലൈസേഷനിലാണ് പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഘട്ടത്തില് അവരുണ്ടാവുക എന്നൊരു കാര്യമാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിസാരമായ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെത് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഭൗതിക ലോകത്തെ ജീവിതം, ആ ജീവിതത്തെ അതിന്റെ സുഖാനന്ദങ്ങൾക്കും അതുപോലെ അതിന്റെ ആഹ്ലാദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിനു വേണ്ടി വലിയ ദീർഘമായ അനന്തമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ ആളുകൾ യഥാർത്ഥത്തിൽ എത്ര വലിയ നഷ്ടമാണ് അവരെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ആദ്യഘട്ടമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു ഇത്തരം വിത്തലുളവാക്കുന്ന തീരാനഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജീവിത പരിണിതികളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതം സൗഭാഗ്യകരമായി അവസാനിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അവനിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന, അള്ളാഹുവിന് ഏറ്റവുമേറെ പ്രീതി ഉണ്ടായിട്ടുള്ള അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.